മറ്റു രാജ്യങ്ങളെ കയ്യിലെടുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അവസാനമില്ലാതെ തുടരുകയാണ്. ഇന്ത്യ പാക് യുദ്ധം മാത്രമല്ല മറ്റ് 5 യുദ്ധങ്ങളും തടഞ്ഞുവെന്ന അവകാശവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. സ്വന്തം രാജ്യം തകർച്ചയിലാണെങ്കിലും ശ്രദ്ധ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്കാണ്. അമേരിക്കയിലുള്ള നിരവധി ആളുകളാണ് ട്രംപിന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡിലെ തന്റെ മനോഹരമായ ടേൺബെറി റിസോർട്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ പ്രസിഡന്റ് അല്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതുൾപ്പെടെ 6 വലിയ യുദ്ധങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപിന്റെ നേതൃത്വത്തിലല്ല എന്ന അവകാശവാദമാണ് ഇന്ത്യയിലെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 6 യുദ്ധങ്ങൾക്ക് അറുതി വരുത്തിയത് വൈറ്റ് ഹൌസിലെ തന്റെ സാന്നിധ്യമാണെന്ന് US പ്രസിഡന്റ് അവകാശപ്പെട്ടു. തായ്ലൻഡും കംബോഡിയയും വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്താണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ പ്രതിപക്ഷം ഇരുപക്ഷത്തെയും അവസാനിപ്പിക്കാൻ വ്യാപാരം ഉപയോഗിക്കുന്നുവെന്ന US പ്രസിഡന്റിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളുടെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ 6 വലിയ യുദ്ധങ്ങൾ നടക്കുമായിരുന്നു, ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമായിരുന്നു എന്നും ട്രംപ് പറഞ്ഞതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുക എന്ന ട്രംപിന്റെ പതിപ്പിനെ പൊതുവേദിയിൽ അദ്ദേഹം എന്തുകൊണ്ട് വെല്ലുവിളിച്ചു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി ചോദിച്ചത്. പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങളുടെ എക്സ് ഹാൻഡിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കൽ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചെയ്തതായി അവകാശപ്പെട്ടതുപോലെ വ്യാപാര ചർച്ചകൾ ഒരു ഉപകരണമായി ഉപയോഗിച്ച് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷം വഷളാകുന്നത് തടയുന്നതിനെ കുറിച്ചും ട്രംപ് പരാമർശിക്കുകയായിരുന്നു. റുവാണ്ടയ്ക്കും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്കും ഇടയിൽ താൻ മധ്യസ്ഥത വഹിച്ച സമാധാന കരാറിനെ കുറിച്ചും സെർബിയയ്ക്കും കൊസോവോയ്ക്കും ഇടയിൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള സംഘർഷം എങ്ങനെ തടഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ അമേരിക്ക സഹായം ധാരാളം പണം നൽകിയിട്ടുണ്ടെന്നും ഹമാസ് അതിൽ ഭൂരിഭാഗവും മോഷ്ടിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറെ കാണാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഗാസ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തപ്പോൾ അദ്ദേഹം ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അവർ ഒരിക്കലും എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകില്ല, ഇത് വളരെ മോശമാണ്, ഞാനത് അർഹിക്കുന്നു, പക്ഷേ അവർ ഒരിക്കലും എനിക്കത് നൽകില്ല. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ട്രംപിന്റെ ആഗ്രഹം കൂടുതൽ ശക്തമായി. അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ച വിദഗ്ധർ, പ്രത്യേകിച്ച് മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് 2009 അവാർഡ് ലഭിച്ചതിനു ശേഷം ശ്രദ്ധിച്ചു. ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹം കണ്ടു. ഒന്നും ചെയ്യാത്തതിനാലാണ് ഒബാമയ്ക്ക് അത് ലഭിച്ചതെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ലഭിച്ചുകൂടാ എന്ന് ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ മാർച്ചിൽ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞതായി ഉദ്ധരിച്ചു. വാസ്തവത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 1 മാസത്തിനു ശേഷം പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തു. ഇരുപക്ഷവും തമ്മിലുള്ള ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അദ്ദേഹം തടഞ്ഞുവെന്നും അവകാശപ്പെട്ടു. അതേസമയം വാഷിംഗ്ടണുമായി പ്രത്യേക വ്യാപാര കരാറുകളിൽ ഏർപ്പെടുത്ത രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി 15% മുതൽ 20% വരെ പൂർണ്ണ തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലോകത്തിന് ഇത് 15% മുതൽ 20% വരെയാകുമെന്ന് ഞാൻ പറയും, എനിക്ക് നല്ലവനാകണമെന്നും ട്രംപ് സ്കോട്ട്ലൻഡിലെ ടേൺബെറിയിൽ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനൊപ്പം വ്യക്തമാക്കി. ഏപ്രിലിൽ US പ്രസിഡന്റ് പ്രഖ്യാപിച്ച 10% അടിസ്ഥാന താരിഫിൽ നിന്ന് വർധനവ് സൂചിപ്പിക്കുന്നതിനാൽ ട്രംപിന്റെ പരാമർശങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. താരിഫ് നിരക്ക് 10% ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചെറിയ രാജ്യങ്ങൾക്ക് ഇത് സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. ഈ മാസം ആദ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, കരീബിയൻ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് 10% അടിസ്ഥാന താരിഫ് ഉണ്ടായിരിക്കുമെന്നും വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് പറഞ്ഞതായി CNBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.